ബഹുമാനപ്പെട്ട അബ്ദുൽ ജലീൽ ഖൈറുവാനി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ആയിരക്കണക്കിന് സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1000 2000 10,000 സ്വലാത്തുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. നബി തങ്ങളുടെ മേൽ സ്വലാത്ത് രചിക്കുന്നത് സുന്നത്താണ്. അതിന് വലിയ പണ്ഡിതനാകണമെന്നൊന്നുമില്ല. ഇഷ്ടം പോലെ സ്വലാത്തുകൾ അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. മഹാന്മാര് മുഴുവനും എഴുതിയിട്ടുണ്ട്. ബിദ്അത്തുകാര് മുഴുവനും എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്വലാത്ത് എഴുതിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ എഴുതിയിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടുണ്ട്. എഴുതാത്തൊരു പണ്ഡിതനില്ല. കിതാബ് രചിച്ച അറബിയിൽ കിതാബ് രചിച്ച മുഴുവൻ പണ്ഡിതന്മാരും ബിദ്അത്തുകാരും എല്ലാത്തവരും അവര് സ്വന്തമായി കിതാബിന്റെ തുടക്കത്തിൽ നബി തങ്ങളെപ്പറ്റി ഒരു സ്വലാത്ത് എഴുതാത്തവരില്ല. ഇതാണ് സ്വലാത്ത് രചനയുടെ ഒരു രൂപം. ആ സ്വലാത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ നല്ലൊരു സ്വലാത്ത് രചിച്ചവരാണ് ഇമാം ഖൈറുവാനി. ജീലാനി തങ്ങൾ 3ഓളം സ്വലാത്ത് രചിച്ചിട്ടുണ്ട്. റിഫായി തങ്ങൾ എത്രയോ സ്വലാത്ത് രചിച്ചിട്ടുണ്ട്. അഹമ്മദുൽ ബദവി തങ്ങൾ രചിച്ചിട്ടുണ്ട്. അയിമ്മത്ത് മുഴുവനും 1ഉം 2ഉം 10ഉം 15ഉം സ്വലാത്തുകൾ രചിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് പാരിതോഷികങ്ങൾ നൽകിയിട്ടുമുണ്ട്. ടൈമില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. അത് വലിയ ലോകമാണ് സ്വലാത്തിന്റെ ലോകം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് വല്ലാത്ത മഹത്തായ സാധനമാണ്. സാധാ ദിക്റുകളെ പോലെയല്ല, നബിയോട് ബന്ധമുള്ളതിനൊന്നും സാധാ സാധനങ്ങളെ പോലെയല്ല. നബി തങ്ങളുടെ ശരീരം സാധാ ശരീരം പോലെയല്ല. നബിയുടെ വസ്ത്രം സാധാ വസ്ത്രം പോലെയല്ല. നബിയോട് ബന്ധമുള്ള എന്തുണ്ടോ അത് സാധാ സാധനം പോലെയല്ല. അതുപോലൊരു ബന്ധമുള്ള സാധനമാണ് സ്വലാത്ത്. നബിയുടെ മേലുള്ള സ്വലാത്ത് മറ്റുള്ള പ്രാർത്ഥന പോലെയല്ല. ഒരു നന്മ ചെയ്താൽ അതിന് ഒരു കൂലിയാണ് ചുരുങ്ങിയ, ഒരു 10 കൂലിയാണ് ചുരുങ്ങിയത്. എന്നാൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 കൂലിയല്ല. സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. അതിന് 10 സ്വലാത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊരു നിസ്കാരം നിർവഹിച്ചാൽ 10 നിസ്കാരത്തിന്റെ കൂലി നമുക്ക് കിട്ടുന്ന വിശുദ്ധ ഖുർആൻ തന്നെ ചുരുങ്ങിയത്. പിന്നെ ആളുടെ അവസ്ഥ അനുസരിച്ച് ഇഖ്ലാസിനനുസരിച്ച് അങ്ങനെ വളർന്നു പോകും. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. 10 കൂലിയല്ല ഒരു സ്വലാത്തിന്. 10 സ്വലാത്താണ് തിരിച്ചു വരുന്നത്. എന്താ 10 സ്വലാത്ത് 10 കൂലി? ഒരു സ്വലാത്ത് ഇമാം നബഹാനി തങ്ങൾ അവിടുത്തെ അഫ്ളലുസ്സലാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനിയെ തൊട്ട് നക്കലായിട്ടാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത്. അതിൽ കാണാം ബഹുമാനപ്പെട്ടവര് പറയുന്നു, അബുൽ വഹാബ് ഷഅറാനി ബഹുമാനപ്പെട്ടവര് പറയുന്നതായി ധരിക്കുന്നത് കാണാം. ഒരാള് ഒരു സ്വലാത്തും ഒരു കൂലി തമ്മിലുള്ള വ്യത്യാസം പറയാം. ഒരു ബുദ്ധിമാനിയോട് പറയപ്പെട്ടു, അല്ലാഹു തആല പറഞ്ഞു, നോക്കാം, നിനക്ക് ഈ ലോകത്തുള്ള ആളുകൾ ചെയ്ത നന്മയുടെ മുഴുവൻ കൂലി നിനക്ക് തരാം. എല്ലാരും ചെയ്ത നന്മന്റെ കൂലി അനക്ക് തരാം. നിനക്ക് വേണോ? അതല്ല, എന്റെ ഒരു സ്വലാത്ത്. ഏതാ എനിക്ക് വേണ്ടത്? ഒരു സ്വലാത്ത് എന്റേത്. നിനക്ക് ഞാൻ ഒരു സ്വലാത്ത്, എന്റെ ഒരു സ്വലാത്ത് നിനക്ക് തരാം. അല്ലെങ്കിൽ എല്ലാവരും ചെയ്ത അമലിന്റെ കൂലി നിനക്ക് തരാം. അപ്പൊ എത്രയാ പത്? ഉടനെ പറഞ്ഞത്, ഒരു ബുദ്ധിമാനിയോട് ഇങ്ങനെ പറഞ്ഞാൽ, ഒരു സ്വലാത്ത് അല്ലാഹുവിന്റേത് കിട്ടലാണ് ലോകത്തുള്ള എല്ലാ അമലിന്റെ കൂലിയേക്കാൾ വലിയത്. അപ്പൊ ഒരു സ്വലാത്ത് ഇതാണ് മുത്തുനബിക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ 10 സ്വലാത്ത് നമുക്ക് കിട്ടും. ഇതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, പ്രായമായ ആളുകൾ, മാരകമായ രോഗങ്ങളിൽ കുടുങ്ങിയ ആളുകൾ ഇനി കൂടുതലൊന്നും ജീവിക്കാൻ വിധിയുണ്ടാവുകയില്ല എന്ന് സൂചന കിട്ടിയ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, അവരിനി കഴിഞ്ഞ കാലത്തേക്ക് ചിന്തിക്കല്ല, അവർ സ്വലാത്ത് കൊണ്ട് ജോലിയാകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ മുഴുവൻ അബദ്ധങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് കഴിഞ്ഞ നഷ്ടങ്ങൾ മുഴുവനും വീണ്ടെടുക്കാൻ കഴിയും. തഹജ്ജുദുകൾ നഷ്ടപ്പെട്ടത്, വിത്റുകൾ നഷ്ടപ്പെട്ടത് എല്ലാം അതുകൊണ്ട് വീണ്ടെടുക്കാൻ കഴിയും. ഒരു കൊല്ലോ ഒരു 6 മാസമോ സ്വലാത്ത് ചെല്ലുമ്പോഴേക്കും ഇത് മുഴുവനും നികത്തപ്പെടുമെന്ന് മഹാന്മാർ എഴുതിയത് കാണാം. ഇതാ സ്വലാത്ത്. അതുകൊണ്ട് തന്നെ സ്വലാത്തുമായി കൂടാത്തൊരു മഹാനുമില്ല, സ്വലാത്തുമായി കൂടാത്തൊരു മഹാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ അബ്ദുൽ ജലീലുൽ ഖൈറുവാനിയുടെ സ്വലാത്ത് സുബ്ഹാനൽ ജാമിഉ ശമാഇലുൽ മുഹമ്മദിയ എന്നതിന് പേരുണ്ട്. ശിഫാഉൽ സഖാം,
വമഹ്വുൽ ആഥാം ഫി സ്വലാത്തി അലൻ നബിയിൽ അലാ ഖൈരിൽ അനാം എന്നൊരു പേര് അതിന് വേറെയും പേര്. സുബ്ഹാനല്ലാഹ്. ആ സ്വലാത്ത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖൈറുവാനി പറയാണ്, ഞാൻ ആ സ്വലാത്ത് രചിച്ചു, ഞാൻ ആ സ്വലാത്ത് ചൊല്ലേണ്ടത് സാമാർക്കൊക്കെ അറിയുമായി. അപ്പൊ അത് കിട്ടും. അത് വലിയൊരു ഗ്രന്ഥമാണ് ആ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ ശൈലി തന്നെ വല്ലാത്ത ആശ്ചര്യമുള്ള ശൈലിയാണ്. കുറെ ഹദീസുകൾ എന്ന് പഠിക്കാൻ കഴിയും, കുറെ അറിവ് ആ സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും ലഭിക്കും. ആ സ്വലാത്ത് രചിച്ച ശേഷം ബഹുമാനപ്പെട്ട ഖൈറുവാനി പറയുന്നു, ഞാൻ ആ സ്വലാത്ത് ഉണ്ടാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു. അള്ളാഹു നബിയെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട എത്ര ആളുകളുണ്ടെന്ന് അറിയിപ്പോ എത്രയോ ആളുകൾ എന്റെ അറിവിലുണ്ട്. ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട എത്രയാ. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തില്ല, ഒരിക്കലും നഷ്ടമില്ല. മാത്രമല്ല, ലാഭങ്ങൾ ഇത്ര കൊയ്തെടുക്കാൻ പറ്റിയ വേറൊരു സംഗതി ഇല്ല. മാമികൾ മുഴുവനും അങ്ങനെയാണ് പറയുന്നത്. കാരണം സ്വലാത്ത് അള്ളാഹുവാണ് തരുന്നത്. ദോഷങ്ങൾ പൊറുക്കാനത് കാരണമാകും, ആള് നന്നാകാൻ കാരണമാകും. വൻകുറ്റങ്ങൾ ചെയ്തവരുടെ വൻകുറ്റങ്ങൾ ഇഷ്ടംപോലെ പൊറുത്ത കശ്ഫിന്റെ ഉലമാവ് പറഞ്ഞ സംഭവമാണ്. സ്വലാത്തിന് കാണാൻ കഴിയും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഇമാം ഖൈറുവാനി പറയുന്നു, മുത്തുനബിയെ ഞാൻ കണ്ടു. കണ്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹി തങ്ങളോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാഥാ, 3 വട്ടം ഞാൻ കണ്ടപ്പോ പറഞ്ഞു, നബിയേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയോടുള്ള അഭിസംബോധന ശൈലി, ഇഷ്ടപ്പെട്ട ശൈലി അതാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അനഫീ ജിവാരിക വറാജി ശഫാഅതിക യാ റസൂലല്ലാഹ്. അവിടുന്ന് എന്നെ സംരക്ഷിക്കണം നബിയേ, അവിടുത്തെ ജിവാറിൽ എന്നെ നിർത്തണം, അവിടുത്തെ ജിവാറിൽ അയൽവക്കത്ത് എന്നെ നിർത്തണം. അതുപോലെ തന്നെ അവിടുത്തെ ശഫാഅത്ത് കൊതിക്കുന്നൊരുത്തനാണ് ഞാൻ, എന്നെ രക്ഷിക്കണം. അവിടുന്ന് രക്ഷിക്കുന്നവരെ കൂട്ടത്തിൽ എന്നെ പെടുത്തണം, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ എന്നെ പെടുത്തണം നബിയേ. ഇമാം ഖൈറുവാനി പറയുന്നു, ഞാനിത് പറഞ്ഞപ്പോൾ ഫഅഖദ ബിയദീ, എന്റെ കൈ നബി പിടിച്ചു. വഖബ്ബലനീ, എന്നെ നബി തങ്ങൾ ചുംബിച്ചു. വഹുവ യതബസ്സം, അവിടുന്ന് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വയഖൂൽ, അവിടുന്ന് പറയുന്നു, ഈ വല്ലാഹ്, ഈ വല്ലാഹ്, ഈ വല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ എന്ന് പറഞ്ഞ അതെ, നിനക്ക് ശഫാഅത്ത് തരുമെന്ന്, നിന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഏറ്റെടുത്തു. ഈ വല്ല പടച്ചോനാണ് അങ്ങനെ സംഭവിക്കും. ഈ വല്ല, ഈ വല്ല 3 പ്രാവശ്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്റെ വീടിന്റെ അരികിൽ നിന്ന് മരിച്ചുപോയ ഒരാള് റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ത നീ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ആളായി എണ്ണപ്പെട്ടവനാണെന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കത് പിടുത്തം കിട്ടിയത്? വാനലോകത്ത് മുഴുവനും ഇങ്ങനെ പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത് കേൾക്കുന്നത് വല്ലാത്ത പുണ്യമുള്ള സംഗതിയാണ്. അത് വാനലോകത്ത് പറയപ്പെടുന്നു, നീ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവനാണ്. അല്ലാഹു തആല നമ്മളെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ആഖിറത്തിലെത്തുമ്പോ ഒന്നും കയ്യിലില്ലെങ്കിൽ ഞാനൊരു മദ്ഹ് പറഞ്ഞിട്ടുണ്ട് നബിയെ തങ്ങളെ സംബന്ധിച്ച്. എന്റെ വീട്ടിൽ തങ്ങളെ മദ്ഹ് സംഘടിപ്പിക്കാറുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് നമ്മുടെ ഇതുകൊണ്ടൊക്കെയുള്ള ലക്ഷ്യം. നമ്മുടെ എന്ത് വിഷമങ്ങൾക്കും അള്ളാഹുവിന്റെ റസൂലാണ് സാക്ഷി, അള്ളാഹുവിന്റെ റസൂലാണ് നമുക്കുള്ള പരിഹാരം. അള്ളാഹു അവിടുത്തെ ബന്ധം നമുക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടതിനെ സംബന്ധിച്ച് അവിടുന്ന് പറഞ്ഞു, അതിനുശേഷം എന്റെ ഉപ്പയെ ഞാൻ കണ്ടു. എന്റെ ഉപ്പ എന്നോട് ഞാൻ ചോദിച്ചു, ഉപ്പ നിങ്ങൾ മരിച്ചിട്ട് കാലങ്ങളായല്ലോ, ഉപ്പ ഞാൻ വല്ല ഉപകാരപ്പെടുന്നോ, ഉപ്പാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്ത വല്ലതും ഉപ്പാക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? മക്കളായ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ അത്. ഉപ്പാക്ക് വല്ലതും എന്റേത് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? ഉപ്പ പറഞ്ഞു, ഈ വല്ലാഹിൽ അളീം, പടച്ചോനാണ് സത്യം, ഉണ്ട് മോനെ. ഏതാണ് ഉപ്പ എന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഖബറിലേക്ക് ഉപകാരപ്പെട്ടത്? ഉടനെ തന്നെ പറഞ്ഞു, മോനെ നീ മുത്തുനബിന്റെ ഒരു സ്വലാത്ത് രചിച്ചിട്ടില്ലേ, അതെനിക്ക് വല്ലാതെ ഉപകാരപ്പെട്ടു. മക്കള് സ്വലാത്ത് ചൊല്ലിയ, മക്കള് സ്വലാത്തുമായി ബന്ധപ്പെട്ടാൽ ഉപ്പാക്കും ഉമ്മാക്കും ഖബറിലേക്ക് കിട്ടുന്ന ലാഭമാണ്.